അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെട്ട വടുകുന്നപ്പുഴ ഹരിജൻ കോളനിയിലെ വീട് ഇടിഞ്ഞു വീണു. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയായ സ്ത്രീ മുറ്റത്തായിരുന്നതിനാൽ അപകടം പറ്റാതെ രക്ഷപ്പെട്ടു. അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെട്ട മുളക്കുളം പഞ്ചായത്തിലെ വാർഡ് 2 വടുകുന്നപ്പുഴ ഹരിജൻ കോളനിയിലെ ജീർണാവസ്ഥയിലിരുന്ന വീട് ഇടിഞ്ഞു വീണു. കോളനിയിലെ തോപ്പിൽ വീട്ടിൽ താമസിച്ചിരുന്ന 82 വയസ്സുള്ള കുഞ്ഞമ്മ ഈ സമയം വീടിന്റെ മുറ്റത്തായതിനാൽ അപകടം സംഭവിക്കാതെ രക്ഷപ്പെട്ടു. മക്കൾ വേറെ മാറി താമസിക്കുന്നതിനാൽ കുഞ്ഞമ്മ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ കോളനിയിലെ പല വീടുകളുടെയും അവസ്ഥ ഇതാണെന്ന് വാർഡ് മെമ്പർ അജിത് കുമാർ പറഞ്ഞു. 2018 അംബേദ്കർ ഗ്രാമപദ്ധതിയിൽപ്പെടുത്തി 1 കോടി രൂപ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കും കോളനി നവീകരണത്തിനും വേണ്ടി അനുവദിച്ചതാണ്. ഈ പദ്ധതിയുടെ ഫണ്ട് ലാപ്സായി പോയിരുന്നു. വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും MLAയുടെയും ഇടപെടൽ മൂലം 2021 വീണ്ടും ഈ പദ്ധതിക്ക് 1 കോടി രൂപ അനുവദിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ അനാസ്ഥ മൂലം ഈ പദ്ധതി ഇതുവരെ ഈ കോളനിയിൽ നടപ്പിലാക്കിയിട്ടില്ല. 20 ലക്ഷം രൂപ അഡ്വാൻസായി നിർമ്മിതി കേന്ദ്രത്തിന് നൽകി നവീകരണത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നടത്തി. പിന്നീട് നാളിതുവരെ യാതൊരുവിധ പ്രവർത്തനവും ഈ കോളനിയിൽ നടന്നിട്ടില്ല. നവകേരള സദസ്സിൽ ഈ കോളനിയിലെ ജനങ്ങൾ പരാതി നൽകുകയും പരാതി പരിഹരിക്കുന്നതിന് ജില്ലാ പട്ടികജാതി വികസന വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിൽ മെമ്പറായ അജിത് കുമാർ വിളിക്കുമ്പോൾ നിർമ്മിതി കേന്ദ്രത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടെ വിളിച്ച് സംസാരിക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ നിർമ്മിതി കേന്ദ്രത്തിൽ വിളിക്കുമ്പോൾ ഇതിന്റെ ഫണ്ട് ഇതുവരെ നിർമ്മിതി കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. അതുകൊണ്ട് അവർ നിസ്സഹായരാണെന്നാണ് മെമ്പറോട് പറയുന്നത്. വാർദ്ധക്യാവസ്ഥയിലുള്ള ഈ കുഞ്ഞമ്മയെ ഈ വീട് നിർമ്മിച്ചു നൽകി എത്രയും പെട്ടെന്ന് ഈ വീടിന്റെയും കോളനികളുടെയും ജീർണാവസ്ഥയിലിരിക്കുന്ന മറ്റു വീടുകളുടെയും പണികളും നടത്തി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് കോളനി നവീകരിക്കണമെന്ന് 2ാം വാർഡ് മെമ്പർ അജിത് കുമാർ പറഞ്ഞു. BJP മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് പുന്നയ്ക്കൽ, സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് KK മോഹനൻ, സെക്രട്ടറി കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് രാജൻ PK, ആരോഗ്യ വിഭാഗം കൺവീനർ ജിജി മടത്താട്ട്, ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി സുനേഷ് കാട്ടാമ്പാക്ക് എന്നിവർ സ്ഥലം സന്ദർശിച്ചു.